ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയ ദശകമായ 75-ാമത്തെ ദശകം കംസവധം പഠിക്കാം. കഴിഞ്ഞ ദശകത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തിയത് അടുത്ത ദിവസം കംസന്റെ വധമാണെന്നാണ്. ദേവകിയുടെ 8-ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്നുള്ള ശരീരിയും ദുർനിമിത്തങ്ങളും കൊണ്ട് ഭീതനായ കംസന്റെ ആജ്ഞയനുസരിച്ച് മല്ലയുദ്ധത്തിനു വേണ്ടിയുള്ള പെരുമ്പറ മുഴക്കിയപ്പോൾ രാജാക്കന്മാരും പൗരന്മാരും നന്ദഗോപനും ഗോപന്മാരും കംസനും അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനത്തിരുന്നു കഴിഞ്ഞപ്പോൾ കുവലയപീഠമെന്ന മഹാമത്തഗജം കാവൽ നിൽക്കുന്ന മല്ലരംഗത്തിൻ്റെ വാതിൽക്കൽ ഭഗവാൻ ബലരാമനോടും അനുചരന്മാരോടും കൂടി എത്തിച്ചേർന്നു. ഭഗവാൻ ഇന്ദ്രിയവേദ്യനല്ലാത്തതിനാൽ ഈശ്വര ദർശനാനന്ദത്തിന് ഇന്ദ്രിയങ്ങളും മനസ്സും നിശ്ചേഷ്ടമാകണം. മനസ്സിനെയും ബാഹ്യനേത്രത്തെയും ഭഗവാന്റെ സ്ഥൂല ശരീരം അപഹരിച്ചപ്പോൾ യഥാർത്ഥമായ ആനന്ദാനുഭവം മഥുരാപുരിവാസികൾക്കുണ്ടായി. പരമാനന്ദവും ചിന്മാത്രവും പൂർണ്ണനും അദ്വിതീയനുമൊക്കെയായ ഭഗവാനെ കൃഷ്ണനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരും ബ്രഹ്മതത്വമായി അറിഞ്ഞില്ല. കംസന്റെ ആജ്ഞപ്രകാരം അനിഷേധ്യനായ ചാണൂരനും മുഷ്ടിപ്രഹര വിദഗ്ധനായ മുഷ്ടികനും യഥാക്രമം കൃഷ്ണനെയും ബലരാമനെയും എതിർത്തു. അവരുടെ മുഷ്ടി ചുരുട്ടിയുള്ള പ്രഹരം ദിക്കെങ്ങും മുഴങ്ങി. പല പ്രാവശ്യം ചാണൂരൻ എന്ന മല്ലൻ ബന്ധമോക്ഷങ്ങൾ അനുഭവിച്ചു. അദ്ഭുതം തന്നെ! കോമള ശരീരന്മാരും ബാലന്മാരുമായ രാമകൃഷ്ണന്മാരും കറുത്ത് തടിച്ച് ബലിഷ്ഠന്മാരായ ചാണൂരമുഷ്ടികന്മാരും തമ്മിൽ യാതൊരു സാമ്യവും ഇല്ലാത്തതുകൊണ്ട് ദയനീയമായ ഈ മല്ലയുദ്ധം കാണാതെ എങ്ങോട്ടെങ്കിലും പോകുകയാണ് നല്ലത് എന്ന് ജനങ്ങൾ പറയുന്നതിനിടയിൽ കൃഷ്ണൻ ചാണൂരനെ പൊക്കി കറക്കി നിലത്തിട്ടു. ബലരാമനും മുഷ്ടികനെ കശക്കി കൊന്നു. ചാണൂരാദികൾ കൊല്ലപ്പെട്ടപ്പോൾ ദുഷ്ടനായ കംസന് പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും ദ്രോഹിക്കാൻ ആജ്ഞാപിച്ചു. അത് കേട്ട് കോപത്തോടെ കൃഷ്ണൻ കംസന്റെ മാളികയിലേക്ക് ചാടിക്കയറി കംസനെ പിടികൂടി. കംസന്റെ സന്ധികൾ തകർത്ത് തരിപ്പണമാക്കി. കംസനെ നിലത്തിട്ട് അവന്റെ മേൽ കയറിയിരുന്ന് വധിച്ചപ്പോൾ ദേവന്മാർ പുഷ്പവർഷം നടത്തി. അദ്ഭുതം തന്നെ! കംസന് സായുജ്യം കിട്ടി. കംസന്റെ വധം കേട്ട് എത്തിയ 8 സഹോദരന്മാരെയും ബലരാമൻ വധിച്ച ശേഷം മാതാപിതാക്കന്മാരെ വന്ദിച്ചിട്ട് രാജാവായി ഉഗ്രസേനനെ അഭിഷേകം ചെയ്തു. അഭീഷ്ടദാനം നൽകി യദുവംശത്തിലുള്ളവരെയെല്ലാം സന്തോഷിപ്പിച്ചു. പതിവ് പോലെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾ മാറ്റിത്തന്നാലും എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 75 കംസവധം. ശ്ലോകം 1. പ്രാതഃസന്ദ്രസ്തഭോജക്ഷിതിപതിവചസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഖേ രാജ്ഞാഞ്ചമഞ്ജാനഭിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമപി സഹബലസാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭൂഃ കുപിതകുവലയാ പീഡനാഗാവലീഠം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രാതഃ സന്ദ്രസ്ത ഭോജ ക്ഷിതിപതി വചസ പ്രസ്തുതേ മല്ലതൂര്യേ സംഖേ രാജ്ഞാം ച മഞ്ജാൻ അഭിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം കംസേ
സൗധാധിരൂഢേ ത്വമപി സഹബല സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോഭൂഃ കുപിത കുവലയാ പീഡനാഗാവലീഠം. അർത്ഥം: പ്രാതഃ വില്ലൊടിച്ചതിൻ്റെ അടുത്ത ദിവസം രാവിലെ സന്ത്രസ്തഭോജക്ഷിതിപതി വചസാ ഭയന്ന കംസന്റെ വാക്കനുസരിച്ച് മല്ലതൂരി മല്ലയുദ്ധം തുടങ്ങാറായി എന്നറിയിക്കുന്ന പെരുമ്പറകൾ പ്രസ്തുതേ പ്രഹരിച്ചു തുടങ്ങിയപ്പോൾ രാജ്ഞാം സംഖേച്ച രാജസമൂഹം മഞ്ചങ്ങളെ അഭിയയുഷി പ്രാപിക്കുകയും നന്ദഗോപേ അപി നന്ദഗോപൻ ഹർമ്മ്യം മാളികയെ ഗതേ പ്രാപിക്കുകയും കംസൻ സൗധാധിരൂഢേ മാളിക മുകളിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ സഹബല ബലരാമനോടു കൂടിയവനും സാനുഗ അനുചരന്മാരോടു ചേർന്നവനും ചാരുവേഷ മനോഹര വേഷമെടുത്തവനുമായ ത്വം അപി അങ്ങ് കുപിത കുവലയാ പീഡനാഗാവലീഠം കോപിച്ച കുവലയാ പീഠം എന്ന ആനയാൽ നിറഞ്ഞു നിൽക്കപ്പെട്ട രംഗദ്വാരം ദുഷ്പ്രാപമായ മല്ലരംഗത്തിൻ്റെ വാതിൽക്കൽ ഗത അഭൂഃ ചെന്നു ചേർന്നവനായി തീർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളും എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. പ്രാതഃ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സന്ത്രസ്ത ഭോജക്ഷിതിപതി വചസ. സന്ത്രസ്ത എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഡബിളായിട്ട് ചൊല്ലണം സാന്ന്. പ്രാതസന്ത്രസ്ത. അങ്ങനെ ഭോജ എന്നുള്ളതിൻ്റെ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷിതിപതി എന്നുള്ളതിൻ്റെ ക്ഷി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. വചസ പ്രസ്തുതേ മല്ലതൂര്യേ സംഖേ രാജ്ഞാം. സംഖേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രാജ്ഞാം എന്നുള്ളത് ജ ഞ എന്നാണ് അക്ഷരം. രാജ്ഞാം ച മഞ്ചാൻ. രാജ്ഞാഞ്ച എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ മഞ്ചാൻ ഞാ ച എന്നാണ് മഞ്ചാൻ. അഭിയയുഷി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗതേ നന്ദഗോപേ അപി ചേർത്തിട്ട് നന്ദഗോപേപി ഹർമ്മ്യം. കംസേ സൗധാധിരൂഢേ. ഇവിടെ അടുത്തടുത്ത് രണ്ട് ധ എന്നുണ്ട്, നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സൗധാധിരൂഢേ. ഠേ എന്നുള്ളതും ഊന്നി പറയണം. ട ഠ ഡ ഠ എന്നാണത്, നന്നായിട്ട് ഊന്നി പറയണം. ത്വമപി സഹബല സാനുഗ ചാരുവേഷോ രംഗദ്വാരം ഗത അഭൂഃ ചേർത്ത് ചൊല്ലുമ്പം ഗതോഭൂഃ. ഗ ത എന്നാണ് ഇത്, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഭൂ എന്നുള്ളതിൻ്റെ നന്നായിട്ട് ഊന്നി പറയണം, അവിടെ വിസർഗമുണ്ട്. ഗതോഭൂഃ കുപിത കുവലയാ പീഡനാഗാവലീഠം. കുവലയാ പീഠം എന്ന് ആനയുടെ പേരാണ്. കുവലയാ പീഡ നാഗാവലീഠം. ഇവിടെയും ഠം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. കുവലയാ പീഠം എന്നുള്ളതിൻ്റെ ഡ എന്നാണ്. കുപിത കുവലയാ പീഡനാഗാവലീഠം അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. കുവലയാ പീഠം ആ ഡ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. നാഗാവലീഠം അത് ഊന്നി പറയണം. ഠം ഡ നേതിയിട്ടത് മേലെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പ്രാതസന്ത്രസ്തഭോജക്ഷിതിപതി വചസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഖേ രാജ്ഞാഞ്ച മഞ്ചാനഭിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം. കംസേ സൗധാധിരൂഢേ ത്വമപി സഹബല സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോഭൂഃ കുപിത കുവലയാ പീഡനാഗാവലീഠം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം.
പാപിഷ്ഠാപേഹി മാർഗാത് ദ്രുതമിതി വചസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേരംബഷ്ഠസ്യ പ്രണോദാദധികജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണ കേളീമുക്തോऽഥ ഗോപീകുചകലശചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പാപിഷ്ഠാപേഹി മാർഗാത് ദ്രുതം ഇതി വചസ നിഷ്ഠുര ക്രുദ്ധബുദ്ധേരംബഷ്ഠസ്യ പ്രണോദാത് അധിക ജവജുഷാ ഹസ്തിന ഗൃഹ്യമാണ കേളീമുക്തോऽഥ ഗോപീകുചകലശചിരസ്പർദ്ധിനം കുംഭം അസ്യ വ്യാഹത്യാലീയഥാ സ്ത്വം ചരണഭുവി പുനർ നിർഗതോ വൽഗുഹാസി. അർത്ഥം: പാപിഷ്ഠ, ഹേ പാപ, മാർഗാത് വഴിയിൽ നിന്ന്, ദ്രുതം വേഗത്തിൽ, അപേഹി മാറി നിൽക്കൂ, ഇതി ഇപ്രകാരമുള്ള, വചസ വാക്കുകൊണ്ട്, നിഷ്ഠുര ക്രുദ്ധബുദ്ധേ നിഷ്ഠുരനും കോപിച്ച മനസ്സോടു കൂടിയവനുമായ, അംബഷ്ഠസ്യ ആനക്കാരൻ്റെ, പ്രണോദാത് പ്രേരണയാൽ, അധികജവജുഷാ വേഗത്തോടു കൂടിയ, ഹസ്തിന ആനയാൽ, ഗൃഹ്യമാണ പിടിക്കപ്പെട്ടവനായി, അഥ പിന്നീട്, കേളീമുക്ത ലീലയായി ആ പിടിയിൽ നിന്നും വേർപെട്ടവനായി, ത്വം അങ്ങ്, അസ്യ ഈ മത്തഗജത്തിൻ്റെ, ഗോപീകുചകലശചിരസ്പർദ്ധിനം ഗോപികമാരുടെ കുജങ്ങളാകുന്ന കലശങ്ങൾക്ക് വളരെ കാലമായി സ്പർദ്ധയുണ്ടാക്കിയതായ കുംഭം തല, വ്യാഹത്യ അടിച്ചിട്ട്, ചരണഭുവി ആനക്കാലുകൾക്കിടയിലുള്ള സ്ഥലത്ത്, അലീയഥ അങ്ങ് ചേർന്നു നിന്നു, പുന പിന്നീട്, വൽഗുഹാസി മനോഹരമായി ചിരിക്കുന്നവനായി, നിർഗത അവിടെ നിന്നും പുറത്തു വന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പാപിഷ്ഠാപേഹി, ഷ്ഠ ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാർഗാത്, ദ്രുതം ഇതി ദ്രുതമിതി, വചസ നിഷ്ഠുര, ഷ്ഠു എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്രുദ്ധബുദ്ധേർ, ക്രുദ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബുദ്ധേർ എന്നുള്ളതിൻ്റെ ഥ എന്നും ഊന്നി പറയാനുള്ളതാണ്. അംബഷ്ഠസ്യ, ഷ്ഠ ഇവിടെ നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ചേർത്തു ചൊല്ലുമ്പം നിഷ്ഠുര ക്രുദ്ധബുദ്ധേരംബഷ്ഠസ്യ പ്രണോദാത് അധിക, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജവജുഷ, ഹസ്തിന, ഇവിടെ ഹസ്തിന എന്നുള്ളത് താന്നാണ്, അത് ഒട്ടും മൂന്നണ്ട. ഹസ്തിന, ഗൃഹ്യമാണ അവിടെ വിസർഗം. കേളീമുക്ത അഥ ചേർത്തിട്ട് കേളീമുക്തോഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് ക, ത എന്നുള്ളത് ഒട്ടും ഊന്നണ്ട. ഗോപീ കുജ കലശ ചിര സ്പർദ്ധിനം, സ്പർദ്ധിനം എന്നുള്ളതിൻ്റെ ധി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കുംഭമസ്യ, ഭ എന്നുള്ളത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വ്യാഹത്യ അലീയഥാസ്ത്വം ചേർത്തിട്ട് വ്യാഹത്യാലീയഥാസ്ത്വം, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചരണഭുവി, ഭൂ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പുനർ നിർഗതോ വൽഗുഹാസി. പാപിഷ്ഠാപേഹി മാർഗാത് ദ്രുതമിതി വചസാ നിഷ്ഠുര ക്രുദ്ധബുദ്ധേരംബഷ്ഠസ്യ പ്രണോദാദധികജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണ കേളീമുക്തോऽഥ ഗോപീകുചകലശചിരസ്പർദ്ധിനം കുംഭമസ്യ
വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.